സ്പീഡ് ആൻഡ് വെലോസിറ്റി ഈ രണ്ട് വാക്കുകളും നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഈ രണ്ട് കാര്യങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ, നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? അതിൽ സ്പീഡിനാണോ വെലോസിറ്റിക്കാണോ ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്? ഈ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമ്മൾ അധികം പേരും മിക്കപ്പോഴും കേട്ടിട്ടുള്ള വാക്ക് സ്പീഡ് എന്നുള്ളത് തന്നെയാണ് അല്ലെ. രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ നമ്മൾ ഈ വാക്ക് അതിന്റെ പല ഫോമിൽ കേട്ടിട്ടുള്ളതാണ്. ഒന്ന് വേഗം എണീറ്റേ, നമ്മൾ നമ്മുടെ മക്കളോടൊക്കെ പറയും, അല്ലെങ്കിൽ നമ്മൾ ചെറുതായിരുന്ന സമയത്ത് നമ്മുടെ പാരന്റ്സ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞായിരിക്കും വിളിക്കുക, ഒന്ന് പെട്ടെന്ന് എണീറ്റേ, ഒന്ന് വേഗം എണീറ്റേ. ഇനി പഠിക്കുന്ന കാര്യത്തിൽ പെട്ടെന്ന് പഠിച്ചു തീർത്തേ, ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പഠിച്ചേ, അല്ലെങ്കിൽ വേഗം എഴുതി തീർത്തേ, ഇത് എത്ര നേരമായി ഇരിക്കുന്നു. ഇനി എങ്ങോട്ടെങ്കിലും റെഡി ആവുന്ന സമയത്താണെങ്കിൽ ഒന്ന് വേഗം റെഡിയായേ, സമയം പോണു, ഒന്ന് വേഗമായേ, പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു തീർത്തേ, വേഗം വേഗം ജോലികൾ ചെയ്തു തീർത്തേ, ഇനി പഠിത്തമൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലിക്ക് ശ്രമിച്ചേ. എല്ലാ കാര്യത്തിലും നമ്മൾ വേഗം, ഫാസ്റ്റായിട്ട്, പെട്ടെന്ന്, സ്പീഡായിട്ട് ചെയ്തേ, ഇങ്ങനെയുള്ള വാക്കുകളാണ് നമ്മൾ സ്ഥിരം കേൾക്കുന്നതും പറയുന്നതുമായിട്ടുള്ളത്. നമ്മളെല്ലാവരും ഒരുപാട് തിരക്കുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ആർക്കും ഒന്നിനും നേരമില്ല. എല്ലാം വേഗം വേഗം, പെട്ടെന്ന് പെട്ടെന്ന്, ഫാസ്റ്റായി സ്പീഡായി ചെയ്തു തീർക്കണം. അപ്പൊ നമ്മൾ എല്ലാ കാര്യത്തിലും ഈ സ്പീഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ ഒരിക്കലും വെലോസിറ്റി എന്നുള്ള വാക്ക് അങ്ങനെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാറേ ഇല്ല. ശരിക്കും ഈ വെലോസിറ്റിയുടെയും സ്പീഡിന്റെയും ഡെഫിനിഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്നും വെലോസിറ്റി ഈസ് ഈക്വൽ ടു സ്പീഡ് മൾട്ടിപ്ലൈഡ് ബൈ ഡയറക്ഷൻ എന്നുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ സ്പീഡ് എന്ന് പറഞ്ഞാൽ ദ റേറ്റ് അറ്റ് വിച്ച് സംതിങ് ഇസ് ഏബിൾ ടു മൂവ് എന്ന് പറയാം. അതേസമയം വെലോസിറ്റി ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സംതിങ് ഇസ് ഏബിൾ ടു മൂവ് ഇൻ എ ഗിവൺ ഡയറക്ഷൻ. അവിടെ ഡയറക്ഷൻ എന്നുള്ള ഒരു കാര്യം കൂടിയും വെലോസിറ്റിയുടെ കാര്യത്തിൽ വരുന്നുണ്ട്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എത്ര പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, വെലോസിറ്റിയുടെ കാര്യത്തിൽ എത്ര ഫാസ്റ്റ് ആയിട്ട് ഇൻ എ ഗിവൺ ഡിറക്ഷൻ മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വെലോസിറ്റി. സോ സ്പീഡ് ഈസ് കണക്റ്റഡ് വിത്ത് മൂവ്മെന്റ്, വെറാസ് വെലോസിറ്റി ഈസ് കണക്റ്റഡ് വിത്ത് മൂവ്മെന്റ് ആസ് വെൽ ആസ് ഡിറക്ഷൻ. സോ വേറൊരു രീതിയിൽ പറഞ്ഞാൽ വെലോസിറ്റി ഈസ് മൂവിങ് ടുവേർഡ്സ് ആൻ ഒബ്ജക്റ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. സ്പീഡ് അങ്ങനെയല്ല. ഇനി ഞാൻ നിങ്ങൾക്ക് 2 എക്സാമ്പിൾസ് പറഞ്ഞു തരാം. ഇത് രണ്ടും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വെലോസിറ്റിക്കാണോ സ്പീഡിനാണോ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം. സോ ഒന്നാമത്തെ എക്സാമ്പിൾ ഇതാണ്. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളോടൊപ്പം വർക്ക് ചെയ്തിരുന്ന നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ടിന്റെ മാരേജ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഫ്രണ്ടിനെ ജോലി സംബന്ധമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ അവരുടെ വീട് എവിടെയാണ് എന്നൊന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് വേറൊരു സ്റ്റേറ്റിലാണ് എന്ന് തന്നെ വിചാരിക്കുക. നിങ്ങളൊരു MNC കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്, ഒരു കൊളീഗാണ്. സോ നിങ്ങൾക്ക് ആ ഫ്രണ്ടിന്റെ മാരേജിന് പോകണം. നിങ്ങൾ നാട്ടിൽ നിന്നാണ് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കേരളത്തിലുള്ള ഒരാളും ഫ്രണ്ട് ഹൈദരാബാദിലോ ആണ് എന്ന് വിചാരിക്കുക. നിങ്ങൾ ഇതുവരെ ഒരിക്കലും ഹൈദരാബാദിൽ പോയിട്ടുമില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെയായിരിക്കും പോവുക? കാറിലാണ് പോകണമെന്നുണ്ടെങ്കിൽ റൂട്ട് മാപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും പോകുന്നത് അല്ലെ. വളരെ ഫാസ്റ്റ് ആയിട്ട് ഭയങ്കര സ്പീഡിലാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. നിങ്ങൾക്ക് ഒട്ടും വഴി അറിയൂല. അങ്ങനെ നിങ്ങൾ ഹൈദരാബാദ് എത്താറായപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ വഴി മാറിപ്പോയി. വളരെ ഫാസ്റ്റ് ആയിട്ട് എത്തി, ഡയറക്ഷൻ ടോട്ടലി മാറിപ്പോയി. ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് ഒരുപാട് അകലെയാണ് ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം എന്നുള്ളത്. അതാണ് ഒരു എക്സാമ്പിള്. ഇനി രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സാം ഉണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടൈം ടേബിൾ ഒക്കെ കിട്ടി, ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വളരെ സ്പീഡിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കുറെ അധികം പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ മാത്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ഏതാണ്ട് രാത്രി ആയപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എവിടെ വരെയായി നിന്റെ പഠിത്തം? അപ്പൊ നിങ്ങൾ പറയണു, ആ മാത്സ് ഇത്ര ചാപ്റ്റേഴ്സ് ഒക്കെ എന്റെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ, നാളെ മാത്സ് ആണോ, സയൻസ് അല്ലേ നാളത്തെ എക്സാം എന്നാ ഫ്രണ്ട് തിരിച്ചു ചോദിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം നിങ്ങൾ മനസ്സിലാക്കുന്നത്. ടൈം ടേബിളിൽ നിങ്ങൾ തെറ്റിയിട്ടാണ് സയൻസും മാത്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എഴുതിയത്. ആ സമയത്ത് എന്തായിരിക്കും നിങ്ങളുടെ സിറ്റുവേഷൻ? നിങ്ങൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് കുറെ സമയം എടുത്ത്, കുറെ എഫേർട്ട് ഇട്ട്, കുറെ എനർജി അതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് ഒരു ദിവസം മുഴുവൻ നിങ്ങൾ ഇരുന്ന് പഠിച്ചു. പക്ഷേ ആ പഠിച്ച സബ്ജക്റ്റ് ആയിരുന്നില്ല നിങ്ങൾക്ക് പിറ്റേ ദിവസം എക്സാം ഉള്ളത്. ഈ 2 സിറ്റുവേഷൻസിലും എന്താണ് സംഭവിച്ചത്? ആക്ച്വലി നിങ്ങൾ വളരെ സ്പീഡിലാണ് കാര്യം ചെയ്തത്, പക്ഷേ ഡയറക്ഷൻ മാറിപ്പോയി. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 എക്സാമ്പിൾസ് ആണ്. ഇതിനേക്കാളൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നമ്മുടെ റിയൽ ലൈഫിൽ സംഭവിക്കാറുണ്ട്. നമ്മൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി കുറെ ശ്രമിക്കും, കുറെ സമയം അതിനുവേണ്ടി ചെലവാക്കും, വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. പക്ഷെ അവസാനമാണ് നമുക്ക് മനസ്സിലാവുക ആക്ച്വലി നമ്മൾ ചെയ്യേണ്ട കാര്യമായിരുന്നില്ല ചെയ്തത്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഡയറക്ഷൻ തെറ്റിപ്പോയി എന്നുള്ളത്. സോ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സ്പീഡ് എന്നുള്ളത് ഒരു തരത്തിലും നമുക്ക് ഉപകാരപ്രദമാവില്ല. എങ്ങനെയാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. നിങ്ങൾ ശരിയായ ഡയറക്ഷനിലല്ല മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്പീഡ് ഈസ് യൂസ്ലെസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ നിങ്ങൾ
തെറ്റായ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, സ്പീഡി ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ശരിക്കും ദോഷകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഡയറക്ഷനിലേക്ക് പോവാൻ പിന്നെ ഒരുപാട് തിരിച്ചു പോരേണ്ടി വരും അല്ലെ. സ്പീഡിൽ പോകുമ്പോൾ നമ്മൾ വേഗം എത്തും, എത്തേണ്ട സ്ഥലത്തായിരിക്കില്ലെങ്കിലും സ്പീഡിൽ പോകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വളരെ പെട്ടെന്ന് എത്തും. പക്ഷെ നമ്മുടെ ഡയറക്ഷൻ തെറ്റിപ്പോയി, നമുക്ക് തിരിച്ച് വേറൊരു ഡയറക്ഷനിലാണ് പോവേണ്ടത് എന്നറിയുമ്പോൾ നമ്മൾ പോയ അത്രയും ദൂരം, ഒരുപാട് ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്തു അല്ലെ, അത്രയും ദൂരം നമുക്ക് തിരിച്ചു വരേണ്ടി വരും. സോ അത് ഒരു തരത്തിൽ ദോഷമാണ്. സോ സ്പീഡ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഓൺലി ഇഫ് യു ആർ ഹെഡഡ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. നിങ്ങൾ ശരിയായ ഡയറക്ഷനിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ സ്പീഡ് സൂപ്പറാണ്. പക്ഷേ നിങ്ങൾ പോകുന്ന ഡയറക്ഷൻ തെറ്റാണെങ്കിലോ സ്പീഡ് നമുക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷമായിരിക്കും ചെയ്യുന്നത്. നമ്മുടെ റിയൽ ലൈഫിലും ഇങ്ങനെ തന്നെയാണ് അല്ലെ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വളരെ സ്പീഡി ആയിട്ട് ചെയ്യുന്നുണ്ടാവും. ബട്ട് ഇഫ് യു ആർ നോട്ട് ഡൂയിങ് ദ റൈറ്റ് തിങ്സ് പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. സോ നമ്മൾ ആ കാര്യം ചെയ്യാൻ വേണ്ടി എടുത്ത എഫേർട്ടും ടൈമും എനർജിയും ഒക്കെ നമ്മൾ റോങ് ഡയറക്ഷനിലാണ് പോയത് എന്നുണ്ടെങ്കിൽ വേസ്റ്റ് ആയി പോവും. ചില ആൾക്കാരെ കുറിച്ച് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആ ആള് കഴുതയെ പോലെ അല്ലെങ്കിൽ പട്ടിയെ പോലെ പണിയെടുക്കും, പക്ഷെ അതിന്റെ ഒരു റിസൾട്ടും കിട്ടുന്നില്ല എന്നുള്ളത്. മിക്കവാറും അങ്ങനെയുള്ളവരുടെ കേസിൽ അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ശരിയായ ഡയറക്ഷനിലായിരിക്കില്ല. സോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കണമെന്ന് വിചാരിക്കുന്ന ലക്ഷ്യങ്ങളിലായാലും നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലായാലും നമ്മൾ ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം ഉറപ്പുവരുത്തുക, നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ മൂവ് ചെയ്യുന്നത് റൈറ്റ് ഡയറക്ഷനിലാണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. നമ്മുടെ വാല്യൂസ്, നമ്മുടെ പ്രയോറിറ്റീസ് ഒക്കെ വ്യത്യാസമാണ് അല്ലെ. ഓരോരുത്തർക്കും ഓരോ വാല്യൂസ് ആയിരിക്കും, ഓരോ പ്രയോറിറ്റീസ് ആയിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ബെറ്റർ പാരന്റ് ആവുക, നിങ്ങളുടെ മക്കളെ നന്നായി വളർത്തിയെടുക്കുക, നല്ലൊരു സിറ്റിസൺ ആക്കി മാറ്റുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അത് സ്വാഭാവികമാണ്. അതേസമയം എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഒരുപാട് സമയം ജോലി സ്ഥലത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു, നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് അലൈൻഡ് വിത്ത് യുവർ ആക്ച്വൽ ലൈഫ് ഗോൾ. നിങ്ങളുടെ ലൈഫ് ഗോൾ എന്ന് പറയുന്നത് നല്ലൊരു പാരന്റ് ആവുക എന്നുള്ളതാണ്. അതിനെ വളരെ മോശമായി ബാധിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു നീഡ് ടു റീതിങ്ക്. ഏതാണ് നിങ്ങളുടെ പ്രയോറിറ്റി എന്നുള്ളത് നിങ്ങൾ തന്നെ വീണ്ടും ഒന്ന് ആലോചിച്ച് എടുക്കേണ്ടി വരും. സോ വൺസ് നിങ്ങൾ നിങ്ങളുടെ ഡയറക്ഷൻ കറക്റ്റ് ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ സ്പീഡിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. യു ക്യാൻ ഫോക്കസ് ഓൺ ഇൻക്രീസിങ് യുവർ സ്പീഡ്. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ലോകത്തില് നമുക്ക് നമ്മുടെ ഡയറക്ഷൻ തെറ്റിപ്പോവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്തും മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിച്ചും നമ്മുടെ തന്നെ ഇന്നർ വാല്യൂസിന് അഗെയിൻസ്റ്റ് ആയിട്ട് പലതും ചെയ്തും പലരെയും പ്ലീസ് ചെയ്യാൻ ശ്രമിച്ചുമൊക്കെ നമുക്ക് നമ്മുടെ ഡയറക്ഷൻ തെറ്റിപ്പോവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. സോ എല്ലാവരുടെയും ഡയറക്ഷൻ ഡിഫറെന്റ് ആണ്. ഒരാളുടെ പ്രയോറിറ്റി അല്ല വേറൊരാളുടെ പ്രയോറിറ്റി. സോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശരിയായ ഡയറക്ഷനിലാണോ പോകുന്നത് എന്നതിലാണ്. അത് ആണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുക. ചില സിറ്റുവേഷൻസിൽ ഡയറക്ഷൻസ് കോൺട്രഡിക്ടറി ആയിട്ട് വരാറുണ്ട്, എപ്പോഴും അല്ല ചിലപ്പോഴെങ്കിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ നന്നായി ഒന്ന് ആലോചിച്ച് നല്ലൊരു ഡിസിഷൻ എടുക്കുക. ഏതാണ് നമുക്ക് കൂടുതൽ പ്രയോറിറ്റി ഉള്ളത്, ഏതാണ് നമ്മുടെ വാല്യൂ ആയിട്ട് അലൈൻ ചെയ്ത് പോകുന്നത്, ഏതാണ് നമ്മുടെ ലൈഫ് ഗോൾ ആയിട്ട് മാച്ചിങ് ആയിട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഒന്നുകൂടെ നന്നായി ആലോചിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിന് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഡയറക്ഷന് കൂടുതൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനുവേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കോട്ടാണ്, സക്സസ് ഈസ് 20 steps in one direction, നോട്ട് 1 step in 20 directions. 20 ഡിറക്ഷൻസിൽ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതല്ല സക്സസ് എന്ന് പറയുന്നത്, അത് ഒറ്റ ഡയറക്ഷനിൽ 20 സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതാണ് എന്നർത്ഥം. സോ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ ഇന്റൻഷനൽ ആയിട്ട് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ ലൈഫ് ഗോൾ ആയിട്ട്, ലൈഫ് പർപ്പസ് ആയിട്ട്, നമ്മുടെ ഫോക്കസ് ആയിട്ട് അലൈൻ ചെയ്തു പോകുന്നതാണ് എന്ന് ഉറപ്പാക്കുക. നമ്മൾ ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോഴും ആ ദിവസത്തെ ഫ്രൂട്ട്ഫുൾ ആക്കാൻ, ആ ദിവസത്തെ സാറ്റിസ്ഫാക്ടറി ആക്കാൻ, ആ ദിവസം ഞാൻ നന്നായി തന്നെ ഉപയോഗിച്ചു എന്ന് നമുക്ക് തോന്നാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള 2-3 കാര്യങ്ങൾ ചൂസ് ചെയ്യാം. ആ കാര്യങ്ങൾ ഏറ്റവും നന്നായി ഏറ്റവും സ്പീഡിൽ ചെയ്യുക. ഉറങ്ങുന്നതിന് മുൻപ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച 2-3 കാര്യങ്ങൾ ചെയ്തു തീർത്തു എന്ന് ഉറപ്പുവരുത്തുക. സോ അങ്ങനെയാണ് നമുക്ക് ഓരോ ദിവസവും നമ്മൾ ശരിയായ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കാൻ പറ്റുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്റൻഷനലായി മൈൻഡ്ഫുൾ ആയി ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ കറക്റ്റ് ഡയറക്ഷനിൽ പോകുമ്പോൾ നമുക്ക് സ്പീഡ് കൂടുന്തോറും നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങൾക്ക് ചെയ്യാനുള്ള സമയം കിട്ടുകയാണ് ചെയ്യുന്നത്. സോ റൈറ്റ് ഡയറക്ഷനിൽ ക്വിക്കായിട്ടും എഫിഷ്യന്റ് ആയിട്ടും കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക. സോ സ്പീഡ് എപ്പോഴാണ് യൂസ്ലെസ് ആവുന്നത്? ഇഫ് വി ആർ നോട്ട് മൂവിങ് ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ. സോ സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസും അതെങ്ങനെയാണ് നമ്മുടെ റിയൽ ലൈഫിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നുള്ളതും
നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം.